നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ യൂണിറ്റ് 4 രസിതത്തിലെ പാഠം 1 നെഹ്റു ട്രോഫി വള്ളംകളിയെക്കുറിച്ചും പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളും വിശദീകരിച്ചിരുന്നു. ഇന്ന് രസിതം എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ ആരു പഠിപ്പിക്കും എന്ന കഥയാണ് നാം പഠിക്കാൻ പോകുന്നത്. ജി മോഹനകുമാരി മലയാളത്തിലേക്ക് മാറ്റിയ ബീർബൽ കഥയാണ് പാഠഭാഗം. കഥ പറയുന്നതിന് മുന്നോടിയായി കഥാകാരിയെ പരിചയപ്പെടാം. ജി മോഹനകുമാരി പ്രശസ്ത ബാലസാഹിത്യകാരിയാണ്. കൊല്ലം ജില്ലയിലെ കോട്ടവട്ടത്ത് ജനിച്ചു. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അസിസ്റ്റൻ്റായും എഡിറ്ററായും തളിര് മാസികയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നിരവധി ബാലസാഹിത്യ കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജി മോഹനകുമാരി 100ഓളം ബാലസാഹിത്യ കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. കാവ്യകൈരളി, നാടിനെ അറിയാൻ, ടാഗോർ കഥകൾ കുട്ടികൾക്ക് തുടങ്ങിയവയാണ് ജി മോഹനകുമാരിയുടെ പ്രസിദ്ധമായ കൃതികൾ. പ്രസിദ്ധമായ ബാലസാഹിത്യ കൃതികളാണ് ഇവയെല്ലാം. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താണ് കാണുന്നത്? ആരുടെ ചിത്രമാണിത്? പറയാമോ? അതെ, ഒരു രാജാവ്. കൂടെ നിൽക്കുന്നത് ആരായിരിക്കും? മന്ത്രിയായിരിക്കും അല്ലേ? നമ്മുടെ ഇന്ത്യയും കേരളവും ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? പഴയകാല രാജാക്കന്മാരുടെ ചിത്രങ്ങൾ ശേഖരിച്ച് നോട്ട് ബുക്കിൽ ഒട്ടിക്കുകയും രാജാവിൻ്റെ പേരും ഏത് നാടാണ് ഭരിച്ചിരുന്നത് എന്നും നിങ്ങൾ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തണം. നമ്മുടെ കേരളത്തിലെ രാജാക്കന്മാരുടെ വേഷവും ഈ ചിത്രത്തിൽ കാണുന്ന രാജാവിൻ്റെ വേഷവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ട്. എന്താണ്? അതെ, കിരീടത്തിനു പകരം തലപ്പാവാണ്. അതേപോലെ തന്നെ വസ്ത്രധാരണത്തിലും വ്യത്യാസമുണ്ട്. നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്ന രാജാവിൻ്റെ പേര് നിങ്ങൾക്കറിയാമോ? അദ്ദേഹത്തിൻ്റെ പേരാണ് അക്ബർ ചക്രവർത്തി. അക്ബർ ചക്രവർത്തി 16-ാം നൂറ്റാണ്ടിൽ ഉത്തരേന്ത്യ ഭരിച്ചിരുന്ന മുഗൾ രാജവംശത്തിലെ ചക്രവർത്തിയായിരുന്നു അക്ബർ. 1542-1605 വർഷങ്ങൾക്കിടയിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. വിക്രമാദിത്യ രാജസദസ്സിൽ എന്ന പോലെ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിലും നവരത്നങ്ങൾ എന്ന പേരിൽ 9 മന്ത്രിമാരുണ്ടായിരുന്നു. നവം എന്ന വാക്കിനർത്ഥം എന്താണ്? 9 എന്ന അർത്ഥമുണ്ട്. പുതിയത് എന്നും നവം എന്ന വാക്കിനർത്ഥമുണ്ട്. നവരത്നങ്ങൾ എന്ന് പറഞ്ഞാൽ 9 രത്നങ്ങൾ. നവരത്നങ്ങൾ എന്ന പേരിൽ 9 മന്ത്രിമാരുണ്ടായിരുന്നു. അക്ബറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രി ബീർബലായിരുന്നു. ആരായിരുന്നു അക്ബറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രി? ബീർബൽ. യമുനാ നദിക്കരയിലെ ത്രിവിക്രമപുരം ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ബീർബലിൻ്റെ ജനനം. യമുനാ നദിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉത്തരേന്ത്യയിലൂടെ ഒഴുകുന്ന പ്രസിദ്ധമായ ഒരു നദിയാണ് യമുനാ നദി. യമുനാ നദിക്കരയിലെ ത്രിവിക്രമപുരം ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ബീർബൽ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര് മഹേഷ് ദാസ്. അദ്ദേഹത്തിന് അക്ബർ നൽകിയ പുതിയ പേരാണ് ബീർബൽ എന്നത്. അക്ബർ ചക്രവർത്തിയും ബീർബലും തമ്മിൽ നടന്ന രഹസ്യവും പരസ്യവുമായ സംഭാഷണങ്ങൾ ഒരേ സമയം ചിരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമാണ്. അതിനാൽ ഈ കഥകളെല്ലാം തന്നെ ചരിത്രത്തിലും സാഹിത്യത്തിലും ഒരുപോലെ സ്ഥാനം നേടിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു കഥയാണ് നമ്മുടെ പാഠഭാഗത്തുള്ളത്. എല്ലാവരും പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 57 എടുത്തേ. എല്ലാവരും പാഠപുസ്തകം എടുത്തോ? ടീച്ചർ കഥ വായിക്കാം. ആര് പഠിപ്പിക്കും? ഏതാനും പണ്ഡിതർ എന്തോ കാര്യമായി ചർച്ച ചെയ്യുന്നത് ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു അക്ബർ ചക്രവർത്തി. ബീർബലിനോടായി ചക്രവർത്തി പറഞ്ഞു, ബീർബൽ, എനിക്ക് വേണ്ടത്ര പാണ്ഡിത്യമില്ല. എനിക്കറിഞ്ഞുകൂടാത്തതായി ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് എല്ലാം പഠിക്കണം. നാളെ മുതൽ പഠനം തുടങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. അടുത്ത പ്രഭാതത്തിൽ ദർബാർ ഹാളിലെത്തിയ ചക്രവർത്തി ആ കാഴ്ച കണ്ട് അമ്പരന്നു പോയി.
എല്ലാത്തരം ആൾക്കാരെയും കൊണ്ട് ഹാൾ നിറഞ്ഞിരിക്കുന്നു. അവിടെ കുട്ടികളും വൃദ്ധരുമുണ്ട്, വീട്ടമ്മമാരും അലക്കുകാരികളുമുണ്ട്, കൃഷിക്കാരുണ്ട്, ആക്രിക്കാരുണ്ട്, കാലിമേയ്ക്കുന്നവരുണ്ട്, കച്ചവടക്കാരുണ്ട്, ഗുമസ്തന്മാരുണ്ട്, ആധാരമെഴുത്തുകാരുണ്ട്, സാധാരണക്കാരുണ്ട്, സന്യാസിമാരുണ്ട്, കൂടാതെ അനേകം പേർ വേറെയുമുണ്ട്. എന്താണിതിൻ്റെയൊക്കെ അർത്ഥം? ചക്രവർത്തി ഗർജിച്ചു. എന്താണിതിൻ്റെയൊക്കെ അർത്ഥം? ഞാൻ താങ്കളോട് പറഞ്ഞത് എന്നെ പഠിപ്പിക്കുവാനുള്ള ആളെ കൊണ്ടുവരാനാണ്. അതിനു രാജ്യത്തെ പകുതിയോളം ജനങ്ങളെ കൊണ്ട് നിങ്ങൾ കൊട്ടാരം നിറച്ചിരിക്കുന്നു. എന്തിനാണിത്? ചക്രവർത്തി, ക്ഷമിച്ചാലും ഞാൻ അങ്ങയുടെ ഉത്തരവ് പാലിക്കുക മാത്രമാണ് ചെയ്തത്, ബീർബൽ പറഞ്ഞു. തുടർന്ന് ചോദിച്ചു, മണിക്കൂറുകളോളം മണ്ണിൽ കളിച്ചു രസിക്കാൻ അങ്ങേക്കറിയാമോ? മണിക്കൂറുകളോളം മണ്ണിൽ കളിച്ചു രസിക്കാൻ അങ്ങേക്കറിയാമോ? ഇല്ല. അതും ഇതുമായി എന്തു ബന്ധം? ചക്രവർത്തി കോപത്തോടെ ചോദിച്ചു. ഇല്ല, അതും ഇതുമായി എന്തു ബന്ധം? തുച്ഛമായ വരുമാനത്തിൽ ഒരു വീട് നടത്തിക്കൊണ്ടുപോകാൻ അങ്ങേക്കറിയാമോ? അതുമല്ലെങ്കിൽ വസ്ത്രങ്ങളിലെ കറ കളയാൻ? തീർച്ചയായും ഇല്ല, അക്ബർ പറഞ്ഞു. ഓരോ വിളയും എപ്പോഴാണ് നടേണ്ടതെന്നും നനയ്ക്കേണ്ടതെന്നും അങ്ങേക്കറിയാമോ? പാഴ്വസ്തുക്കളിൽ നിന്ന് പ്രയോജനമുള്ളത് തിരഞ്ഞെടുക്കാൻ അങ്ങേക്കറിയാമോ? പച്ച പുൽമേടുകൾ എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ ഉൽപ്പന്നങ്ങൾ എവിടെയാണ് നല്ല വിലയ്ക്ക് വിൽക്കാനാകുക എന്നറിയാമോ? അതുമല്ലെങ്കിൽ കയ്യെഴുത്ത് ഒരു ചിത്രം പോലെ മനോഹരമാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇല്ല, 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 1000 വട്ടം ഇല്ല, കോപം കൊണ്ട് ചുവന്നു തുടുത്ത ചക്രവർത്തി ആക്രോശിച്ചു. അപ്പോൾ തിരുമനസ്സേ, ബീർബൽ ശാന്തനായി പറഞ്ഞു, അപ്പോൾ തിരുമനസ്സേ, ഈ ഹാളിലുള്ള ഓരോരുത്തർക്കും അങ്ങയെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനുണ്ട്. ഓരോരുത്തർക്കും മറ്റുള്ളവർക്കാർക്കും അറിഞ്ഞുകൂടാത്ത ചിലതറിയാം. ഓരോരുത്തർക്കും എന്തെങ്കിലും കഴിവുണ്ട്, കുറച്ച് അറിവുണ്ട്, ചില പ്രത്യേക വാസനകളുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അധ്യാപകരാകാനാകും. അതുപോലെ എല്ലാവർക്കും വിദ്യാർത്ഥികളാകാനും കഴിയും. ബീർബൽ അർത്ഥമാക്കിയത് എന്താണെന്ന് ഇപ്പോൾ ചക്രവർത്തിക്ക് മനസ്സിലായി. അദ്ദേഹം താടി തടവി ഒന്ന് ചിരിച്ചു. അപ്പോൾ താങ്കളും ഒരു വിദ്യാർത്ഥിയാണ് അല്ലേ ബീർബൽ? അപ്പോൾ താങ്കളും ഒരു വിദ്യാർത്ഥിയാണല്ലേ ബീർബൽ? ഞാൻ കരുതിയത് താങ്കളെ ആർക്കും ഒന്നും പഠിപ്പിക്കാനില്ല എന്നാണ്. മറിച്ചാണ് തിരുമനസ്സേ, ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ബീർബൽ പറഞ്ഞു. എന്താണ് ചക്രവർത്തി പറഞ്ഞത്? അപ്പോൾ താങ്കളും ഒരു വിദ്യാർത്ഥിയാണ് അല്ലേ ബീർബൽ? ഞാൻ കരുതിയത് താങ്കളെ ആർക്കും ഒന്നും പഠിപ്പിക്കാനില്ല എന്നാണ്. മറിച്ചാണ് തിരുമനസ്സേ, ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ബീർബൽ പറഞ്ഞു. ആൾക്കൂട്ടത്തിനു നേരെ നടന്നു ചെന്ന് ബീർബൽ ഒരു വൃദ്ധയുടെ കൈപിടിച്ചു. അദ്ദേഹം വൃദ്ധയെ ചക്രവർത്തിയുടെ അടുത്തേക്ക് നയിച്ചു. മഹാനായ ചക്രവർത്തി, ഇവർ എൻ്റെ ആദ്യകാല അധ്യാപകരിൽ ഏറ്റവും നല്ല അധ്യാപികയാണ്. മഹാനായ ചക്രവർത്തി, ഇവർ എൻ്റെ ആദ്യകാല അധ്യാപകരിൽ ഏറ്റവും നല്ല അധ്യാപികയാണ്. വൃദ്ധ ചക്രവർത്തിയെ വന്ദിച്ചിട്ട് പറഞ്ഞു, അങ്ങുന്നേ, ബുദ്ധിമാനറിയാം എല്ലാം പഠിക്കുക അസാധ്യമാണെന്ന്. എന്നാൽ ഒരു നല്ല മനുഷ്യനാകാൻ എല്ലാവർക്കും കഴിയും. അതെങ്ങനെയെന്ന് എല്ലാവരും പഠിക്കുകയും വേണം. എന്താണ് വൃദ്ധ പറഞ്ഞത്? അങ്ങുന്നേ, ബുദ്ധിമാനറിയാം എല്ലാം പഠിക്കുക അസാധ്യമാണെന്ന്. എന്നാൽ ഒരു നല്ല മനുഷ്യനാകാൻ എല്ലാവർക്കും കഴിയും. അതെങ്ങനെയെന്ന് എല്ലാവരും പഠിക്കുകയും വേണം. വൃദ്ധയുടെ വാക്കുകളുടെ ലാളിത്യം കണ്ട് അക്ബർ ചക്രവർത്തി വിനയാന്വിതനായി. വൃദ്ധയെ തലകുമ്പിട്ട് വന്ദിച്ച അക്ബർ ബീർബലിനോട് പറഞ്ഞു, ഇത്ര ബുദ്ധിമതിയായ ഒരു അധ്യാപികയെ ലഭിച്ച നിങ്ങൾ ഭാഗ്യവാനാണ്. ബീർബൽ, ഇത്ര ബുദ്ധിമതിയായ ഒരു അധ്യാപികയെ ലഭിച്ച നിങ്ങൾ ഭാഗ്യവാനാണ്. ഇവർ ആരാണെന്ന് എന്നോട് പറയുന്നില്ലേ? ഇവർ ആരാണെന്ന് എന്നോട് പറയില്ലേ? ബീർബലിൻ്റെ മറുപടി ഇതായിരുന്നു, ഇവർ. ആ വൃദ്ധ ആരായിരുന്നു എന്നാണ് നിങ്ങൾ കരുതുന്നത്? ആ വൃദ്ധ ആരായിരിക്കും? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കുട്ടികളെ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആ വൃദ്ധ ആരായിരിക്കും? ആ വൃദ്ധ ആരായിരിക്കും എന്ന ചോദ്യത്തിനുത്തരം നിങ്ങളുടെ ഭാവനയിൽ, നിങ്ങളുടെ ചിന്തയിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നോട്ട്ബുക്കിൽ എഴുതുക. എന്താണ് ഈ പാഠത്തിൻ്റെ ആശയം? ഓരോരുത്തരും
ഒരേ സമയം അധ്യാപകനും പഠിതാവുമാണെന്ന സത്യം സരസമായും ലളിതമായും അവതരിപ്പിക്കുന്ന കഥയാണ് ആര് പഠിപ്പിക്കും. എന്താണ് കഥയിൽ പറഞ്ഞിരിക്കുന്നത്? അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ പണ്ഡിതർ എന്തോ കാര്യമായി ചർച്ച ചെയ്യുന്നത് കണ്ട ചക്രവർത്തിക്ക് തനിക്ക് വേണ്ടത്ര പാണ്ഡിത്യമില്ലെന്നൊരു തോന്നലുണ്ടായി. ഇദ്ദേഹം മന്ത്രി ബീർബലിനെ വിളിച്ചു ഇനിയും ഒരുപാട് കാര്യങ്ങൾ തനിക്ക് പഠിക്കാനുണ്ടെന്നും പഠനം തുടങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്നും പറഞ്ഞു. പിറ്റേന്ന് കാലത്ത് ദർബാർ ഹാൾ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ട് രാജാവിന് ദേഷ്യം വന്നു. പഠിപ്പിക്കാനുള്ള ആളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് രാജ്യത്തെ പകുതിയോളം ജനങ്ങളെ കൊണ്ട് നിറച്ചിരിക്കുന്നു. രാജാവിൻ്റെ ദേഷ്യം കണ്ട് ബീർബൽ പറഞ്ഞു, ഞാൻ അങ്ങയുടെ ഉത്തരവ് പാലിക്കുകയാണ് ചെയ്തത്. മണിക്കൂറുകളോളം മണ്ണിൽ കളിക്കാൻ, തുച്ഛമായ വരുമാനത്തിൽ വീട് നടത്തിക്കൊണ്ടു പോകാൻ, വസ്ത്രത്തിലെ കറ കളയാൻ, ഏതേതു കാലത്ത് ഏതൊക്കെ വിളകൾ നടണമെന്ന് പറയാൻ അങ്ങേക്കറിയാമോ? ഇല്ല എന്ന് ചക്രവർത്തി ദേഷ്യത്തോടെ പറഞ്ഞു. എനിക്കറിയില്ല എന്ന് ചക്രവർത്തി പറഞ്ഞു. അവിടെ കൂടിയിരുന്ന ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട്, അറിവുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ചക്രവർത്തിയെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനുണ്ടാവും. ചക്രവർത്തിക്ക് ഒരു കാര്യം മനസ്സിലായി. ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു വൃദ്ധയുടെ കൈ പിടിച്ച് ഇവർ തൻ്റെ ആദ്യകാല അധ്യാപകരിൽ ഒരാളെന്ന് ബീർബൽ പറഞ്ഞു. എല്ലാം പഠിക്കുക അസാധ്യമാണെന്ന് ബുദ്ധിമാനറിയാമെന്നും ഒരു നല്ല മനുഷ്യനാകാനാണ് പഠിക്കേണ്ടത് എന്നും വൃദ്ധ പറഞ്ഞത് കേട്ട് ചക്രവർത്തി വിനയാന്വിതനായി. ഇത്ര ബുദ്ധിയുള്ള അധ്യാപികയെ കിട്ടിയ ബീർബൽ ഭാഗ്യവാനാണെന്ന് ചക്രവർത്തി പറഞ്ഞു. ആരായിരിക്കും ബീർബലിൻ്റെ ആദ്യത്തെ അധ്യാപിക? നിങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. പാഠഭാഗം നന്നായി വായിക്കുക. ഇനി പറയുന്ന ചോദ്യങ്ങൾക്ക് പാഠഭാഗത്ത് നിന്നും ഉത്തരം കണ്ടെത്തി നോട്ട്ബുക്കിൽ എഴുതുക. ചോദ്യം 1. തനിക്ക് വേണ്ടത്ര പാണ്ഡിത്യമില്ലെന്ന് ബീർബലിനോട് പറഞ്ഞതാര്? ചോദ്യം 2. ബീർബൽ ദർബാർ ഹാളിലേക്ക് ആളുകളെ ക്ഷണിച്ചത് എന്തിനായിരുന്നു? ചോദ്യം 3. ചക്രവർത്തിയെ പഠിപ്പിക്കാൻ ബീർബൽ പലതരക്കാരായ ആളുകളെ ക്ഷണിക്കാൻ കാരണമെന്ത്? ചോദ്യം 4. ബീർബൽ തൻ്റെ ആദ്യകാല അധ്യാപകരിൽ ഏറ്റവും നല്ല അധ്യാപിക എന്ന് പറഞ്ഞത് ആരെ? ചോദ്യം 5. ഇത്ര ബുദ്ധിമതിയായ അധ്യാപികയെ ലഭിച്ച നിങ്ങൾ ഭാഗ്യവാനാണ്. ബീർബൽ, ഇത്ര ബുദ്ധിമതിയായ അധ്യാപികയെ ലഭിച്ച നിങ്ങൾ ഭാഗ്യവാനാണ്. അക്ബർ ചക്രവർത്തി ബീർബലിനോട് ഇങ്ങനെ പറയാൻ കാരണമെന്ത്? ഈ 5 ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതുക. വിപരീത പദം: പണ്ഡിതൻ, പാമരൻ, പ്രഭാതം, പ്രദോഷം, ക്ഷമ, അക്ഷമ. പദങ്ങൾ: ആക്രോശിക്കുക, ഉച്ചത്തിൽ പറയുക. വിനയാന്വിതൻ, വിനയം കൊണ്ട് തല താഴ്ത്തിയവൻ. തുച്ഛം, അല്പം. വന്ദിക്കുക, നമസ്കരിക്കുക. ഗുമസ്തൻ, എഴുത്തുകാരൻ അല്ലെങ്കിൽ കാര്യസ്ഥൻ. ഗർജിക്കുക, ഉറക്കെ പറയുക. വട്ടം, തവണ. പിരിച്ചെഴുതാം: മറ്റുള്ളവർക്കാർക്കും, മറ്റുള്ളവർക്ക്, അധികം, ആർക്കും. കച്ചവടക്കാരുണ്ട്, കച്ചവടക്കാർ, അധികം, ഉണ്ട്. മണിക്കൂറുകളോളം, മണിക്കൂറുകൾ, അധികം, ഓളം. ബീർബലിനോടായി, ബീർബലിനോട്, അധികം, ആയി. പാഠഭാഗത്തിലെ തുടർ പ്രവർത്തനങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതായിരിക്കും. ഇന്ന് ആര് പഠിപ്പിക്കും എന്ന പാഠഭാഗം നന്നായി വായിക്കുക. പാഠഭാഗത്ത് നിന്നും നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതുക. വിപരീത പദം, പുതിയ പദങ്ങൾ പിരിച്ചെഴുതാം തുടങ്ങിയവയും നോട്ട്ബുക്കിൽ എഴുതി തയ്യാറാക്കുക. ഇന്നത്തെ മലയാളം ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നല്ല കഥയായിരുന്നു അല്ലേ? അക്ബറിൻ്റെയും ബീർബലിൻ്റെയും. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത മലയാളം ക്ലാസ്സിൽ കാണുന്നത് വരെ ഏവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.